ഹലോ, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ മാജിക് മാത്തമാറ്റിക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ അതിന് കൂടെ തന്നെ നിങ്ങൾ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടാകും എന്നും വിചാരിക്കുന്നു. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുപോലത്തെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററിൻ്റെയും ഒരു വീഡിയോയും നിങ്ങൾക്ക് മിസ്സാകാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്ന് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കാണ്, പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ ഇന്നും പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ക്വസ്റ്റ്യൻസ് ശരിക്ക് വായിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എന്താ? ദർ ആർ 60 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട്. എമംഗ് ദം 30 ആർ ബോയ്സ്. അതിൽ 30 കുട്ടികൾ ആൺകുട്ടികളാണ്. അപ്പം ഞാൻ ക്ലാസ് 1 എന്നുള്ളതിന് ഒരു ഇൻഡിക്കേഷൻ വരച്ചു. അതിൽ 30 കുട്ടികൾ ആൺകുട്ടികൾ, അപ്പോൾ 30 ബോയ്സ് എന്ന് കൊടുത്തു. ടോട്ടൽ 60 സ്റ്റുഡൻസ് ആണുള്ളത്. അതിൽ 30 കുട്ടികൾ ആൺകുട്ടികളാണെങ്കിൽ ബാക്കി 30 കുട്ടികൾ എന്തായിരിക്കും? പെൺകുട്ടികളായിരിക്കും. ശരിയല്ലേ? അപ്പോൾ 30 ബോയ്സ് 30 ഗേൾസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? 60 കുട്ടികളുണ്ട്. ആ ടോട്ടൽ എണ്ണം ഞാനിവിടെ എഴുതി വെച്ചു. റൈറ്റ്. ഇനി വീണ്ടും ക്വസ്റ്റ്യൻ ബാക്കി വായിക്കുക. അനദർ ക്ലാസ് കണ്ടെയ്ൻസ് 50 സ്റ്റുഡൻസ് ഇൻക്ലൂഡിംഗ് 25 ബോയ്സ്. മറ്റൊരു ക്ലാസ്സിൽ, അപ്പൊ രണ്ടാമത്തെ ക്ലാസ്, ഈ ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് 50 കുട്ടികളാണ് ആകെയുള്ളത്. അതിൽ 25 കുട്ടികൾ ആൺകുട്ടികളാണ്. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ 25 ബോയ്സ്. അപ്പൊ ബാക്കി എത്ര ഗേൾസ് ഉണ്ടാവും? ഓക്കെ, 25 ഗേൾസ് ഉണ്ടാകും. അതും ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം നമുക്ക് എത്ര എഴുതാം? 50 എന്ന് എഴുതാം. ഇനി one student is to be selected from each class. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ വീതം തിരഞ്ഞെടുക്കണം. അപ്പൊ നമ്മൾ ഇതിൽ നിന്നും ഒരു കുട്ടിയെ എടുത്തു, ഇതിൽ നിന്നൊരു കുട്ടിയെ എടുത്തു, അല്ലെ? അപ്പൊ നമുക്കൊരു പെയർ കിട്ടി. ഇങ്ങനെ എത്ര രൂപത്തിൽ നമുക്ക് കുട്ടികളെ എടുക്കാം? ഇതിൽ 60 കുട്ടികളും ഇത് 50 കുട്ടികളുമാണുള്ളത്, അല്ലെ? അപ്പൊ ആകെ നമുക്ക് എടുക്കാവുന്ന പെയറുകളുടെ എണ്ണം എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, അല്ലെ? 60 × 50 ദാറ്റ് ഈസ് 3000. 3000 വേരിയസ് പെയേഴ്സ് നമുക്ക് എടുക്കാം. കുട്ടികൾ എങ്ങനെ സെലക്ട് ചെയ്യുമ്പം ഇതിലെ ഒന്നാമത്തെ കുട്ടി, അതിലൊന്നാമത്തെ കുട്ടി, ഇനി ഇതിലെ ഒന്നാമത്തെ കുട്ടി, അതിൽ രണ്ടാമത്തെ കുട്ടി, ഇതിലെ ഒന്നാമത്തെ കുട്ടി, അതിലെ മൂന്നാമത്തെ കുട്ടി, ഈ രൂപത്തിൽ നമുക്ക് 3000 രൂപത്തിൽ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഈ പിക്ചർ നമ്മളൊന്ന് വരച്ചു വെച്ചു. റൈറ്റ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികളെ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ സെലക്ട് ചെയ്താൽ what is the probability that both being girls, രണ്ട് കുട്ടികളും പെൺകുട്ടികളാവാനുള്ള സാധ്യത എത്രയാണ്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ.
2 കുട്ടികളും പെൺകുട്ടികളാകാനുള്ള സാധ്യത എത്രയാണ്? എല്ലാവരും ശരിക്കും നോക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നല്ല വലുപ്പമുണ്ടെങ്കിലും ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ വരച്ചു വെച്ച്. 2 പെൺകുട്ടികളാവാനുള്ള ചാൻസ് എത്രയാണ്? സാധ്യത എത്രയാണ്? അപ്പോൾ പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇതിലെ പെൺകുട്ടികളുടെ എണ്ണം ഇൻറ്റു ഇതിലെ പെൺകുട്ടികളുടെ എണ്ണം, ബോത്ത് ബീയിങ് ഗേൾസ് എന്ന് പറയുന്നത് 30 × 25. ഇതാണ് ടോട്ടൽ ഗേൾസ് അല്ലേ? ടോട്ടൽ ഗേൾസ് ഇത്രയാണ്. അപ്പൊ 30 × 25 ഡിവൈഡഡ് ബൈ ആകെ പേഴ്സ് 3000 അല്ലേ? വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് probability or chance? The number of possible outcomes divided by total number of outcomes. ഇവിടെ പെൺകുട്ടികളാവാനുള്ള ബോത്ത് ബീയിങ് ഗേൾസ്, 2 പെൺകുട്ടികളാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇതിലെ പെൺകുട്ടികളുടെ എണ്ണവും ഇതിലെ പെൺകുട്ടികളുടെ എണ്ണവും മൾട്ടിപ്ലൈ ചെയ്താൽ ആകെയുള്ള പെൺകുട്ടികളുടെ എണ്ണം കിട്ടൂലേ? അപ്പോൾ 30 × 25 ബൈ ആകെയുള്ള പെയേഴ്സിന്റെ എണ്ണം എന്താ? 3000. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 25 × 30, 25 × 3 എത്രയാ? 75 അല്ലേ? അപ്പോൾ ഒരു 0 കൂട്ടാൽ മതി. ബൈ 3000 വിച്ച് ഈസ് ഈക്വൽ ടു 0, 0 ക്യാൻസൽ ചെയ്ത് പോയി. ഇനി 75, 300-ൽ എത്ര 75 ഉണ്ട്? 75 + 75 150 അല്ലേ? അപ്പോൾ 2 എണ്ണായി. ശരിയല്ലേ? 150ഉം 150ഉം കൂടി കൂടുമ്പോഴാണ് എന്ത്? 300 ആവാം. അപ്പോൾ ഇതിൽ 2ഉം മറ്റതിൽ 2ഉം. അപ്പൊ ആകെ എത്രയായി? 4 അല്ലേ? 4 എന്തുണ്ട്? 4 75 ഉണ്ട് 300-ല്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? യെസ്, 1/4 എന്നെഴുതാം. 1/4. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയല്ലോ. ഇനി നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബോത്ത് ബീയിങ് ബോയ്സ്, 2 ആൺകുട്ടികളാവാനുള്ള ചാൻസ് എന്താണ്? അപ്പോ ബി ക്വസ്റ്റ്യൻ ബോത്ത് ബീയിങ് ബോയ്സ്, 2 ആൺകുട്ടികളാവാനുള്ള ചാൻസ്. നേരത്തെ നമ്മൾ 2 പെൺകുട്ടികളാവാനുള്ള ചാൻസ് ചോദിച്ചപ്പോ ഇതിലെ പെൺകുട്ടികളുടെ എണ്ണം ഇൻറ്റു ഇതിലെ പെൺകുട്ടികളുടെ എണ്ണം ബൈ ടോട്ടൽ എന്നല്ലേ എഴുതിയത്? അതേപോലെ 2 ആൺകുട്ടികളാവാനുള്ള ചാൻസ് ചോദിച്ചാൽ അതേപോലെ എഴുതണം. അപ്പൊ എന്ത് വരും? ഇതിലെ ആൺകുട്ടികളുടെ എണ്ണം ഇൻറ്റു ഇതിലെ ആൺകുട്ടികളുടെ എണ്ണം ബൈ ടോട്ടൽ. ദാറ്റ് ഈസ് 30 × 25 ബൈ ടോട്ടൽ which is equal to 30 × 25 750 ബൈ ടോട്ടൽ. നേരത്തെ ചെയ്ത അത് തന്നെ കിട്ടിയത്. അതുകൊണ്ട് ആൻസർ എത്രയാ? 1/4. അപ്പൊ 2 ആൺകുട്ടികളായി, അതുപോലെ 2 പെൺകുട്ടികളായി അല്ലെ? 2 പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ എണ്ണം 2 മൾട്ടിപ്ലൈ ചെയ്യുക ബൈ ടോട്ടൽ. 2 ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം 2 മൾട്ടിപ്ലൈ ചെയ്യുക ബൈ ടോട്ടൽ. റൈറ്റ്? എളുപ്പല്ലേ? ഇനി മൂന്നാമത്തതിന്റെ ആൻസർ ഒന്ന് നോക്കാം. എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? What is the chance or probability that 1 boy and 1 girl, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എത്രയാണ്? അല്ലേ? ഇപ്പോ 1 boy and 1 girl, അതിനുള്ള ചാൻസ് എത്രയാണ്? നോക്കാം. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്ന് പറഞ്ഞാൽ ഇതിലുള്ളത് ആൺകുട്ടി, ഇതിലുള്ളത് പെൺകുട്ടി എന്ന രൂപത്തിലാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 30 × 25, 30 × 25. ഇങ്ങനെ വന്നാൽ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും വരും. അതുപോലെ ഇങ്ങനെ വന്നാലും എന്ത് വരും? ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടികളും വരും. അപ്പോ പ്ലസ് 30 × 25 ബൈ ടോട്ടൽ ഇങ്ങനെ എഴുതിയാൽ മതി അല്ലേ? 30 × 25 പ്ലസ് 30 × 25 ബൈ ടോട്ടൽ.
ഓക്കെ, അപ്പൊ ഈ ഒരു രൂപത്തിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാം. ദിസ് ഇൻറ്റു ദിസ് പ്ലസ് ദിസ് ഇൻറ്റു ദിസ് ബൈ ടോട്ടൽ. അപ്പൊ എന്ത് വരും ആൻസർ? 750 പ്ലസ് 750 ബൈ 3000 which is equal to 750 plus 750 1500 1500 by 3000 which is equal to അല്ലേ 3000 എത്ര 1500 ഉണ്ട് 2. അപ്പോൾ 1/2. അപ്പോൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവാനുള്ള ചാൻസ് 1/2 ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ചാൻസ് ദാറ്റ് അറ്റ് ലീസ്റ്റ് വൺ ബോയ്, ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് എത്രയാണ്? നോക്കുക എങ്ങനെ വരും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ്. അപ്പൊ രണ്ടും ആൺകുട്ടിയായാൽ ഒരാൺകുട്ടി ഉണ്ടാവുമല്ലോ, ശരിയല്ലേ? രണ്ടും ആൺകുട്ടികളാണെങ്കിൽ ഒരാൺകുട്ടി ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്നുള്ളതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ രണ്ടും ആൺകുട്ടികളായാൽ ഒരാൺകുട്ടി ഉണ്ടാകും. അപ്പൊ 30 × 25 പ്ലസ് ഇനി ഒരാൺകുട്ടിയെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഈ രൂപത്തിലായാലും കിട്ടൂലേ? അപ്പൊ 30 × 25 പ്ലസ് ഇനി ഇങ്ങനെയായാലും കിട്ടൂലേ? അപ്പൊ വീണ്ടും 30 × 25 ബൈ ടോട്ടൽ. ഓക്കെ, ഇപ്പൊ രണ്ടും ആൺകുട്ടികളാവാനുള്ള ചാൻസ് അറ്റ്ലീസ്റ്റ് വൺ ബോയ്, ഒന്നെങ്കിലും ആൺകുട്ടിയാവാനുള്ള ചാൻസ് എന്ന് ചോദിച്ചാൽ ഇതിൽ ആൺകുട്ടികൾ ഇൻറ്റു ഇതിൽ ആൺകുട്ടികൾ, അങ്ങനെയായാലും ഒരാൺകുട്ടി ഉണ്ടാവും, ഇങ്ങനെയാണെങ്കിലും ഒരാൺകുട്ടി ഉണ്ടാവും, ഇങ്ങനെയാണെങ്കിലും ഒരാൺകുട്ടി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ എന്തായി? 750 പ്ലസ് 750 പ്ലസ് 750 ബൈ 3000 which is equal to 750 plus 750 1500 plus 750 that is 2250 by 3000. ഓക്കെ, ഇങ്ങനെ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. 0 0 ക്യാൻസൽ ചെയ്തു. ഇനി 225 by 300. നമുക്ക് വേണമെങ്കിൽ 25 കൊണ്ട് പറ്റുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 5 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താലും മതി. 225 എത്ര 5 ഉണ്ട്? 20 4 അല്ലേ? 25 5. ഇനി ഇവിടെ എത്ര 5 ഉണ്ട്? 30 6. അപ്പൊ 60 ദാറ്റ് ഈസ് 45 by 60 എന്ന് കിട്ടി. ഇനി വീണ്ടും 5 ഉണ്ട്. 45 എത്ര 5 ഉണ്ട്? 9 by 30 12 അല്ലേ? വീണ്ടും ഇനി നമുക്ക് എന്തുകൊണ്ട് 3 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. 9 എത്ര 3? 3 by 12 4 ദാറ്റ് ഈസ് 3/4. ഇനി ഇങ്ങനെ സിംപ്ലിഫിക്കേഷൻ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഇവിടെ നിർത്തിയാൽ മതി. 2250 ഡിവൈഡഡ് ബൈ 3000. ഓക്കെ, അപ്പൊ ഐഡിയ കിട്ടിയോ? ഇതാണ് പെയർ ടൈപ്പിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി ചിലപ്പോൾ കറുത്ത മുത്തുകളും വെളുത്ത മുത്തുകളും എന്നായിരിക്കും, അല്ലെങ്കിൽ സ്കൗട്ട് ഗൈഡ്സ് എന്നായിരിക്കും. ഇതേപോലെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ആളുകളൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചല്ലോ. നോക്കാം.
എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? എ ബോക്സ് കണ്ടെയ്ൻസ് 8 ബ്ലാക്ക് ബീഡ്സ് ആൻഡ് 12 വൈറ്റ് ബീഡ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചതുപോലെ എ ബോക്സ് കണ്ടെയ്ൻസ് 8 ബ്ലാക്ക് ബീഡ്സ്, 8 ബ്ലാക്ക് ബീഡ്സ് ആൻഡ് 12 വൈറ്റ് ബീഡ്സ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി 8 ബ്ലാക്ക് ബീഡ്സ് ആൻഡ് 12 വൈറ്റ് ബീഡ്സ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിലാകെ എത്ര എണ്ണമുണ്ട് എന്ന് നോട്ട് ചെയ്യാം അല്ലെ. 12 + 8 20. ഇനി വീണ്ടും ബാക്കി വായിക്കുന്നു. അനദർ ബോക്സ് കണ്ടെയ്ൻസ് 9 ബ്ലാക്ക് ബീഡ്സ് ആൻഡ് 6 വൈറ്റ് ബീഡ്സ്. അപ്പോൾ അനദർ ബോക്സ് which contains 9 black beads, 9 black beads and 6 white beads. ഇങ്ങനെയാകുമ്പോൾ ഇതിന് എത്ര എണ്ണം ഉണ്ടാകെ? 9 + 6 15 എണ്ണമുണ്ട് അല്ലെ. ഇനി നമുക്ക് ഈ ഓരോരോ ബോക്സിൽ നിന്നും ഓരോന്ന് വീതം എടുത്താൽ ആകെ എത്ര പേരുകൾ എടുക്കാം അത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 15 × 20. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് 300 എന്ന് കിട്ടും. അപ്പൊ ആകെ എടുക്കാവുന്ന പേരുകളുടെ എണ്ണം എന്ന് പറയുന്നത് 300 ആണ്. റൈറ്റ്. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനിലുള്ള സംഗതികൾ ഇങ്ങനെ ഒരു പിക്ചർ രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്തായിരുന്നു? If we take one bead from each box, find the probability of the following. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ ബോക്സിൽ നിന്നും ഓരോന്നെടുത്താൽ താഴെ കൊടുത്തിരിക്കുന്നവയുടെ സാധ്യത കാണാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബോത്ത് ബ്ലാക്ക്, രണ്ടും കറുത്തതാവാനുള്ള സാധ്യത. രണ്ടും കറുത്തതാകാനുള്ള സാധ്യത. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടെക്നിക്കാണ് ഇവിടെ. രണ്ടും കറുത്തതാവാനുള്ള സാധ്യത. എല്ലാവരും പറയുന്നില്ലേ എന്താ? കറുത്തതിന്റെ എണ്ണം അല്ലേ. ഇതിന് കറുത്തത് 8, ഇതിന് 9. അപ്പോ കറുത്തതിന്റെ എണ്ണം 8 × 9 ടോട്ടൽ 300. അപ്പൊ എന്ത് കിട്ടും? 8 × 9 72/300. ഓക്കെ, ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർക്കൊക്കെ സിംപ്ലിഫൈ ചെയ്യണം, കഴിയുന്നവരൊക്കെ ചെയ്യണം. ഇനി കഴിയാത്ത ആളുകൾക്കുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, ഇങ്ങനെ അവിടെ എഴുതി നിർത്തുന്നത്. ഓക്കെ, പറ്റുന്ന ആൾക്കാർ ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ആൻസറായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ബോത്ത് വൈറ്റ്, രണ്ടും വെളുത്തത് ആകാനുള്ള സാധ്യത. രണ്ടും വെളുത്തതാകാനുള്ള സാധ്യത നിങ്ങളെല്ലാവരും പറയുന്നുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. എന്താ? ഇതിലെ വെളുത്തതിന്റെ എണ്ണം ഇൻറ്റു ഇതിലെ വെളുത്തതിന്റെ എണ്ണം, ദാറ്റ് ഈസ് 12 × 6 ടോട്ടൽ. ഓക്കെ, അപ്പൊ ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 72/300 അല്ലെ. 16 × 300, 16 × 6 72/300. അപ്പൊ രണ്ടെണ്ണത്തിന്റെ ആൻസർ ആയല്ലോ. ഇനി മൂന്നാമത്തത് 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 1 ഒരു കറുത്തത്, അതുപോലെ ഒരു വെളുത്തത് ആവാനുള്ള ചാൻസ് അല്ലെ. എന്ത് ചെയ്താൽ മതി? ഇങ്ങനെയാകുമ്പോൾ ഒരു കറുത്തതും ഒരു വെളുത്തതും കിട്ടും, ഇങ്ങനെയാകുമ്പോഴും ഒരു കറുത്തതും വെളുത്തതും കിട്ടും. അപ്പൊ നമുക്ക് എന്തെഴുതാം? 8 × 6 പ്ലസ് 12 × 9 ടോട്ടൽ. ഓക്കെ, 8 × 6 ഇങ്ങനെയാകുമ്പോഴും കറുത്തത് വെളുത്തത്, ഇങ്ങനെയാകുമ്പോഴും കറുത്തത് വെളുത്തത്. അപ്പോൾ 6 × 8 6 × 48 പ്ലസ് 12 × 9 2 9 18, ബാക്കി 1 ഒരു 9 9 1 10/300.
ഇനി നമുക്കിത് കൂട്ടാം. 8 8 16 ബാക്കി 1 4 1 5 156/300 156/300. അപ്പോൾ ഒന്ന് കറുത്തതും ഒന്ന് വെളുത്തതുമാകാനുള്ള സാധ്യത 156/300. ശരിയല്ലേ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എന്തായിരുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ? ബോത്ത് ആർ സെയിം കളർ, രണ്ടും ഒരേ നിറമാവാനുള്ള സാധ്യത. ഒരേ നിറമാവാനുള്ള സാധ്യത, രണ്ടും ഒരേ നിറം. അപ്പോൾ രണ്ടും കറുത്തതാവണമെങ്കിൽ, ഒരേ നിറം എന്ന് പറഞ്ഞാൽ രണ്ടും കറുത്തത് അതുപോലെ രണ്ടും വെളുത്തത് അല്ലേ? അപ്പൊ രണ്ടും കറുത്തത് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ കറുത്തതിന്റെ എണ്ണം 8 × 9. ഇനി രണ്ടും വെളുത്തതാകണമെങ്കിലോ 12 × 6 ടോട്ടൽ. ഒരേ നിറമാവാനുള്ള സാധ്യത. അപ്പോ രണ്ടും കറുത്തതായാലും ഒരേ നിറമായി, രണ്ടും വെളുത്തതായാലും ഒരേ നിറമായി. അപ്പോൾ കറുത്തതിന്റെ ആകെ എണ്ണം 8 × 9 പ്ലസ് വെളുത്തതിന്റെ ആകെ എണ്ണം 12 × 6 ടോട്ടൽ. ഇറ്റ് ഈസ് ഈക്വൽ ടു 72 പ്ലസ് 12 × 6, ദാറ്റ് ഈസ് 72/300. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 2 4 7 14 144/300. രണ്ടും ഒരേ നിറമുള്ളതാവാൻ ഉള്ള സാധ്യത. ഇനി നെക്സ്റ്റ് വൺ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടും ഒരേ നിറമുള്ളത് പറഞ്ഞു. ഇനി അഞ്ചാമത്തത് രണ്ടും വ്യത്യസ്ത നിറമുള്ളതാവാനുള്ള സാധ്യത. വ്യത്യസ്ത നിറമുള്ളതാവാനുള്ള സാധ്യത. ഓക്കെ, രണ്ടും വ്യത്യസ്ത നിറമുള്ളതാകാനുള്ള സാധ്യത എന്തായിരിക്കും നോക്കാം. രണ്ടും വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഇങ്ങനെയുമായാൽ വ്യത്യസ്തമായി. അപ്പൊ 8 × 6 പ്ലസ് ഇങ്ങനെയും ഇങ്ങനെയായാലും വ്യത്യസ്തമായി 12 × 9 ടോട്ടൽ അല്ലെ? ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്കും ഒരു വൈറ്റും എന്ന് പറഞ്ഞത് അത് ആ ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പൊ രണ്ടും വ്യത്യസ്ത നിറം. അപ്പൊ ആ രണ്ട് ക്വസ്റ്റ്യനും ഒരേപോലെയാണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഒരു കറുത്തതും ഒരു വെളുത്തതും എന്താണോ ഇതിനെ നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് 48 പ്ലസ് 108/300 വിച്ച് ഈസ് ഈക്വൽ ടു 156/300. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ക്വസ്റ്റ്യനും ഒന്ന് തന്നെയാണ്, രണ്ടും ഈക്വൽ ആണ്, രണ്ടും ഒരേ ചോദ്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, അറ്റ്ലീസ്റ്റ് 1 ബ്ലാക്ക്. 6th ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് 1 ബ്ലാക്ക്. ഒന്നെങ്കിലും കറുപ്പ്, ഒന്നെങ്കിലും കറുത്തതാവാനുള്ള സാധ്യത എത്രയാണ്? അപ്പോ ഒന്നെങ്കിലും കറുത്തതാകണമെങ്കിൽ രണ്ടും കറുത്തതായാൽ ഒന്ന് എന്തായാലും കറുത്തതാവുമല്ലോ. അപ്പൊ നമുക്ക് എന്തെഴുതാം? രണ്ടും കറുത്തതാകണമെങ്കിൽ 8 × 9. 8 × 9. ഇനി ഇങ്ങനെ വന്നാലും ഒരു കറുത്തത് കിട്ടൂലേ? അപ്പൊ 8 × 6 പ്ലസ് ഇങ്ങനെ വന്നാലും ഒരു കറുത്തത് കിട്ടൂലേ? അപ്പൊ 12 × 9 ടോട്ടൽ വിച്ച് ഇസ് ഈക്വൽ ടു 72 പ്ലസ് 48 പ്ലസ് 12 × 9 108 ടോട്ടൽ വിച്ച് ഇസ് ഈക്വൽ ടു 8 8 16 16 2 18ക്ക് 8 ബാക്കി 1 7 4 11 1 12ക്ക് 2 ബാക്കി 1 1 2 228/300. ഓക്കെ, അപ്പൊ എന്തായി? ഒന്നെങ്കിലും കറുത്തതാകാനുള്ള സാധ്യത കിട്ടി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ എന്തായിരിക്കും? സോറി, 7th ക്വസ്റ്റ്യൻ. 7th 7ാമത്തെ ചോദ്യം, ഒന്നെങ്കിലും
വെളുത്തതാകാനുള്ള സാധ്യത. അറ്റ്ലീസ്റ്റ് 1 വൈറ്റ്, ഒന്നെങ്കിലും വെളുത്തതാകാനുള്ള സാധ്യത. നിങ്ങൾ ഒന്നെങ്കിലും കറുത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിലും വെളുത്തത് നിങ്ങൾക്ക് ചെയ്തൂടെ? എന്തുവരും? ഒന്നെങ്കിലും വെളുത്തത് ആകാനുള്ള സാധ്യത എന്ന് പറയുന്നത് രണ്ടും വെളുത്തതായാൽ ഒന്ന് വെളുത്തതാകും. അപ്പൊ 12 into 6 പ്ലസ് ഇനി ഇങ്ങനെ വന്നാലും എന്ത് കിട്ടും? ഒന്ന് വെളുത്തതാകും. പ്ലസ് ഇങ്ങനെ വന്നാലും ഒന്ന് വെളുത്തതാകും. ബൈ ടോട്ടൽ. അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12 into 6 72 പ്ലസ് 6 into 8 48 പ്ലസ് 19 into 2 108 ബൈ 300 ഇസ് ഈക്വൽ ടു 8 8 16 2 8 8 16 2 18 ബാക്കി 1 7 4 11 12 ബാക്കി 1 1 2 228 ബൈ 300. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിലും വെളുത്തതാകാനുള്ള സാധ്യത കിട്ടി. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരാവുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ എഴുതി, എല്ലാ ചോദ്യവും എഴുതി. അപ്പൊ ഇതേപോലെയാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡീൽ ചെയ്യേണ്ടത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ ബീഡ്സ് ആവാം, അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ആവാം, അല്ലെങ്കിൽ സ്കൗട്ടും ഗൈഡും ആവാം, അല്ലെങ്കിൽ NCCയും റെഡ് ക്രോസും ആകാം. ഇപ്പൊ സ്കൗട്ടും ഗൈഡും ആണെങ്കിൽ രണ്ടും സ്കൗട്ടുകളാവാനുള്ള ചാൻസ് അല്ലെ. ഒരു ക്ലാസ്സിൽ ഇത്ര സ്കൗട്ട് ഉണ്ട്, ഇത്ര ഗൈഡ് ഉണ്ട്. മറ്റൊരു ക്ലാസ്സിൽ ഇത്ര സ്കൗട്ട് ഉണ്ട്, ഇത്ര ഗൈഡ് ഉണ്ട്. ഇനി ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ വീതം തിരഞ്ഞെടുത്താൽ രണ്ടും സ്കൗട്ടുകളാവാനുള്ള ചാൻസ്. സ്കൗട്ടുകളുടെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുക ബൈ ടോട്ടൽ. രണ്ടും ഗൈഡുകളാവാനുള്ള ചാൻസ്. ഗൈഡുകളുടെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുക ബൈ ടോട്ടൽ. ഇനി ഒരു സ്കൗട്ടും ഒരു ഗൈഡും, അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് ദിസ് ഇൻറ്റു ദിസ് പ്ലസ് ദിസ് ഇൻറ്റു ദിസ് ബൈ ടോട്ടൽ. ഇനി ഇവിടെ നമുക്ക് ഒരേ നിറം എന്നൊന്നും പറയാൻ പറ്റൂല. ഓക്കെ, പിന്നെ ഒന്നെങ്കിലും സ്കൗട്ട് ആവാനുള്ള ചാൻസ്. അപ്പോൾ രണ്ടും സ്കൗട്ടായത് പ്ലസ് ക്രോസും. റൈറ്റ്? അപ്പോൾ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പരിശീലിക്കണം എന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.